ഹായ് ഹലോ നമസ്കാരം. പറക്കോട് മാറാപ്രയം ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം 2025 ഓണപ്പരിപാടികൾ സമുചിതമായി ആഘോഷിച്ചു. ചില കാഴ്ചകളിലൂടെ പോരാട്ടത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എല്ലാം റെഡിയല്ലേ? ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. വാരിയിട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തിരിച്ചു വേണ്ടത് ടീച്ചേഴ്സിന് ഉത്തരവാദിത്തമാണ്. എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരെണ്ണം വെച്ച് എടുക്കാവൂ, ഒരെണ്ണം വെച്ചേ പറക്കി എടുക്കാവൂ കേട്ടോ. ഒരെണ്ണം ഒരുമിച്ച് ചിക്കൻ എടുക്കരുത്, കയ്യിൽ ഒരുമിച്ച് എടുക്കരുത്. ഒരുമിച്ചെടുത്താൽ തോറ്റു പോവും. ഒരെണ്ണം വെച്ച് എടുക്കാം, ഒരെണ്ണം. അതെ. അപ്പൊ നമുക്കിതൊരു ഫസ്റ്റ് സെക്കൻഡ് എന്നീ പ്രൈസുകളാണുള്ളത്. കുറച്ചുകൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് തന്നെ, ഇങ്ങോട്ട് റൗണ്ട് ചെയ്ത് തന്നെ. ഓരോന്ന് വെച്ച് ഭാര്യ എടുക്കരുത്, ഓരോന്ന് വെച്ച് എടുക്കാവൂ. ഓരോന്ന് വെച്ച് എടുക്കാവൂ. ടീച്ചർമാരുടെ കൈ കൊടുത്തേ, ടീച്ചർമാരുടെ കൈ കൊടുത്തേ. മുട്ടായി ഉണ്ട് പോന്റെ കയ്യിൽ. ഓക്കെ, അടുത്ത് നോക്കാം. സിയ 40, അപ്പൊ എൽസ 42, 44, മോളെത്രായിരുന്നു? അപ്പൊ എൽസക്കാണ് ഫസ്റ്റ് പ്രൈസ് 46 മുട്ടായികളാണ്. സെക്കൻഡ് പ്രൈസ് 40 മുട്ടായികളാണ്. ഓക്കെ, അപ്പോൾ പറക്കോടിന്റെ പള്ളികളുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കുകയാണ്. അതിഭീകരമായ മത്സരം ലീഡ് ചെയ്യുന്നത് ഇതിന്റെ പള്ളിയിൽ നിന്നും നമ്മുടെ പള്ളിയിൽ നിന്നുമുള്ള മുൻ യുവജന പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ യുവജന പ്രസ്ഥാന അംഗങ്ങളും ചേർന്നാണ്. ഇത് നേതൃത്വം നൽകുന്ന രഞ്ജിച്ചായ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കാവൂ. 30 സെക്കൻഡ് മാത്രം സമയം. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് പറയുമ്പോൾ മാത്രമേ ആരംഭിക്കാവൂ. വെറും 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ സമയം. സ്റ്റാർട്ട് പറയട്ടെ? ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഭയങ്കരമായ മത്സരമാണ് നടക്കുക. അതിതീവ്രമായ
തീപ്പൊരി വീര മത്സരമാണ് നടക്കുന്നത്. വലിയ കുട്ടികൾ മുന്നേറുമ്പോൾ വിട്ടുകൊടുക്കുന്ന ചെറിയ കുട്ടികൾ മുന്നേറുകയാണ്. ഇത്രയും പ്രായമായെങ്കിലും ബാല്യത്തിലെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് ഇവിടെ മത്സരങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ശൈശവമായതിൽ ഓരോ മത്സരങ്ങളും ഓർമ്മയിൽ വരുന്നുണ്ട്. മത്സരം അവസാനിക്കാൻ 5 സെക്കൻഡ്, 4 സെക്കൻഡ്, 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. സ്റ്റോപ്പ് ചെയ്യുക. എണ്ണു നോക്കാം. എണ്ണു നോക്കിയിട്ടല്ലേ ജയിക്കാൻ പറ്റൂ. എണ്ണു നോക്ക്. കള്ളക്കളിയോടെ പറ്റുന്നില്ല. എണ്ണു നോക്ക്. എന്റെ റഫറി ജസ്റ്റിനെ എണ്ണു നോക്കി. അവരാണ് റഫറി വിട്ടു, ജസ്റ്റിനെ വിട്ടു. ഞാൻ എന്താണ് മത്സരഫലം? റിസൾട്ട് പ്രഖ്യാപിക്കുന്നതാണ്. ആരാണ് ജയിച്ചത്? 24 മുട്ടായികളോടെ ജോയൽ 24. ജയം പ്രഖ്യാപിച്ചില്ല. നമ്മുടെ പള്ളിയുടെ അഭിമാനം കാത്തിരിക്കുകയാണ് മോബിൻ. അപ്പോ വീണ്ടും മത്സരം വെല്ലുവിളിയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. മോബിൻ 48 മുട്ടായി. അപ്പോൾ ഞങ്ങളുടെ പ്രൈം ആണ് ജുബിൻ എണ്ണുന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങളെല്ലാരും വിളംബരിച്ചാക്കും. ഞങ്ങളുടെ പ്രൈം ആണ് ജുബിൻ ഇവിടെ എണ്ണുന്നേ ഉള്ളൂ. എല്ലാരും 100 കടക്കുമെന്നാണ് ഞങ്ങളുടെ സംശയം. എത്രണ്ണമായി? 10 ആയുള്ളൂ. അപ്പോഴും 46 പേര് രഞ്ജിച്ച ബസ്സിലാണ് മോബിൻ. അപ്പോഴും ഇപ്പോ രഞ്ജിച്ചാനാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 46. മോബിനാണ് ബസ്സിൽ നിൽക്കുന്നത്. മോബിൻ. അപ്പോഴും ഞങ്ങളുടെ കോൺടെസ്റ്റന്റ് പ്രൈം കോൺടെസ്റ്റന്റ് എണ്ണി തീർന്നിട്ടില്ല. 30 ആവൂ. ആക്ഷേപം. ഒരു കുത്ത് ഒരുമിച്ച് വാരി എടുത്താണ് ജുബിലിന്റെ ആക്ഷേപമുണ്ട് ഇവിടെ. ഇടിയുടെ നിമിഷങ്ങൾ, നെഞ്ചിടിക്കുന്ന നിമിഷങ്ങൾ. ജുബിൻ ജയിക്കുമോ അതോ മോബിൻ ജയിക്കുമോ? ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ബോബി ഇതൊക്കെ എന്തെന്നത് മുഖഭാവത്തോടെ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ എന്തിന്? എത്രയായി? 48 കടന്നോ? 61 പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ 20 നേരത്തെ കയ്യിൽ വെച്ചുകൊണ്ടാണ് 62 ആക്കിയതെങ്കിലും ജുബിൻ എത്ര 66 എണ്ണത്തോട് 1ാം സ്ഥാനത്തെത്തിയത്. പക്ഷേ രഞ്ജിച്ച ആക്ഷേപം ഉന്നയിച്ചു. 66 ജുബിൻ. 2 പള്ളികളുടെ അഭിമാനം കാത്തിരിക്കുകയാണ്. അപ്പോ സ്റ്റെഫിൻ സെക്കൻഡ് 65. സ്റ്റെഫിൻ സെക്കൻഡ്. സെമിഫൈനലും ഫൈനലും ഉണ്ട്. അത് കഴിഞ്ഞ വെല്ലുവിളിക്കാർ പോകാവൂ. ജയിച്ചിട്ട് പോയാൽ മതി. അങ്ങോട്ട് പോവുകയാണ്. ചാക്കിലോട്ടമാണ് നമ്മുടെ അടുത്ത പരിപാടി. ചാക്കിലോട്ടം. പരിപാടിയാണ്. അപ്പൊ റെഡി? 3, 2, 1 സ്റ്റാർട്ട്. അങ്ങനെ ഗസിയായും മെൽവിനുമാണ് ഫസ്റ്റ് മെൽവിനും സെക്കൻഡ് ഗസിയും. അവിടെ മെൽവിൻ നിൽപ്പുണ്ട്. മെൽവിൻ അടുത്തെത്തുന്നവരാണ് ഫസ്റ്റ് പ്രൈസ്. മെൽവിൻ അടുത്തെത്തുന്നവരാൾക്കാണ് ഫസ്റ്റ് പ്രൈസ്. നിയമങ്ങൾ അനുസരിക്കുക. കള്ളത്തരങ്ങൾ പാടില്ല. മെൽവിൻ ഇവിടെ കസേര ഇട്ട് നിൽപ്പുണ്ട്. മെൽവിന്റെ അടുത്ത് കസേര അവിടെ കിടപ്പുണ്ട്. ആദ്യം എത്തുന്നവർക്കാണ്. ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. തീപ്പൊരിയായിരുന്ന മത്സരം. കാലിൽ നിന്ന് തീപ്പൊരിയാണ് ജുബിന്റെ. കാലിൽ നിന്ന് തീപ്പൊരി. ജുബിനാണ് ജയിച്ചത് അതോ ഫിലിപ്പാണ് ജയിച്ചത് അതോ താടിയുടെ ജസ്റ്റിനാണ് ജയിച്ചത്? ആര് ജയിച്ചു? റഫറി മെൽവിൻ പറയുന്നതായിരിക്കും. 2 പേര് ഒരുമിച്ച് ജയിച്ചു. ആരൊക്കെയാണത്? ജുബിനും താടിയുള്ള ജസ്റ്റിനും. 2 പേര് ഒരുമിച്ചു. പക്ഷേ മത്സരത്തിനിടയിൽ വെച്ച് ജസ്റ്റിൻ പിന്മാറി. അതുകൊണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് താടി ഇല്ലാത്ത ജസ്റ്റിന്. അങ്ങനെ കൈ വെള്ളം എടുത്തിട്ട് അങ്ങനെ പോയതാ. അതെല്ലാം അടിച്ചോട്ടോ. ഇതുപോലെ കൊണ്ടൊഴിക്കുക.
നോക്കി 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 നടക്കണം കേട്ടോ. പ്രാർത്ഥന വളരെ വെള്ളം നോക്കമ്മ, വെള്ളം നോക്കും. പ്രാർത്ഥനയ്ക്ക് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് കളിച്ചിരിക്കുന്നു. വളരെ കാര്യമായിട്ടാണ് പരിപാടി. കുപ്പിയിലാണ് ഒഴിക്കേണ്ടത്, കുപ്പിക്ക് പുറത്തല്ല. കണ്ണൊക്കെ കാണാൻ കഴിയുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഓ, രഞ്ജിച്ചാൽ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുന്നു. വളരെ ബുദ്ധിപൂർവ്വമാണ് ബോബിയുടെ കളി, വളരെ ബുദ്ധിപൂർവ്വം. കാൽക്കുലേഷൻസോടെ ബിജിൻ ഫിസിക്സിന്റെ റൂൾസ് അനുസരിച്ച് ജെറിൻ മുന്നോട്ട്. ഒരു കയ്യിൽ 1 ലിറ്റർ വെള്ളവുമായി ജെറിൻ, പക്ഷെ 1.5 ലിറ്ററുമായി ബോബി. 2 ലിറ്റർ കോരി 1 ലിറ്ററുമായി രഞ്ജിച്ചാൽ. 1 ലിറ്റർ കുപ്പിയിൽ നിറയാത്ത ബോബി. നിങ്ങളുടെ കുപ്പി ജെറിൻ കുപ്പി നിറഞ്ഞു കഴിയും. സമയം കഴിയാറായോ? സമയം കഴിയാറായോ? എത്ര മിനിറ്റായി? ഇനി എത്ര സമയമുണ്ട്? 1 മിനിറ്റും കൂടെ ഉണ്ട്. ഇപ്പോ മത്സരം കഴിയുന്നതിന് മുമ്പ് ജെറിൻ മത്സരം കഴിയുന്നതായിട്ട് പ്രഖ്യാപിക്കും. ഇത് ഏതാനും ലിറ്ററുകൾ കൂടെ, ഏതാനും മില്ലി ലിറ്ററും കൂടെ മതി ജെറിന് ജയിക്കുന്നതിന് വേണ്ടി. ഞങ്ങളെല്ലാവരും വിചാരിച്ച പോലെ മത്സരം അവസാനിച്ചിരിക്കുന്നു. വാശിയേറിയ മത്സരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് കുപ്പി ആദ്യം നിറയുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആർക്കാണ് കഴിയുക എന്നത് നോക്കാം. വെള്ളം കളയരുത്, വെള്ളം നിറയ്ക്കുകയാണ് വേണ്ടത്. വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് കുപ്പിയാണ് നിറയുക, ഏത് കുപ്പിയാണ് നിറയുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. വെള്ളമൊന്നും തന്നെ വെളിയിൽ കറയാതെ കുപ്പികളിൽ നിറയ്ക്കുക. അബിയുടെ ആണ് ഇപ്പൊ ഏറ്റവും നിറഞ്ഞിരിക്കുന്നത്. ഇനി 10 സെക്കൻഡുകൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. 10 സെക്കൻഡുകൾ കൂടി മാത്രം. പതുക്കെ പതുക്കെ. സ്റ്റോപ്പ്. കഴിഞ്ഞു. കെസിയൊക്കെയാണ് അപ്പൊ ഫസ്റ്റ് പ്രൈസ്. അപ്പൊ രണ്ടും സഹോദരിമാരുടെ ഡ്യൂ ആണെന്ന് ട്രെൻഡിങ് തോന്നുന്നു. അമ്പൻ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, വെള്ളം കൊണ്ട് പെരുക്കെ ഓടണം. പെരുക്കെ ഓടണം. നമുക്ക് നിറക്കിയാണ് വേണ്ടത്, കളയല്ല. കൃത്യമായി ലക്ഷ്യം വെച്ചൊഴിക്കുകയാണ്. ഒപ്പത്തോളം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും 10 സെക്കൻഡുകൾ കൂടി മാത്രമാണ് നമ്മൾ മുമ്പിൽ ബാക്കിയുള്ളത്. Ready, 1, 2, 3, start.
വീണ്ടും മുറിയേറി അവിടെ പോയി സ്ഥലം പിടിച്ചിട്ട് നോക്കിയിട്ട് ഇന്നലെ കൃത്യമായ അളവെടുത്തോണ്ടാണ് ജൂലി ഇവിടുന്ന് പോയത്. 10 സെക്കൻഡ് കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. 10 സെക്കൻഡ് കൂടി മാത്രമാണ്. അടുക്കി കൃത്യമായി അളന്ന് വെച്ചിട്ടും കഴിഞ്ഞില്ല കൃത്യം ഒന്നില്ല തിരിഞ്ഞു തിരിഞ്ഞു കറക്റ്റ് എല്ലാം തൊട്ടടി അഞ്ച് സെക്കൻഡുകൾ കൂടി മാത്രം ബാക്കി. 5 തുടങ്ങിയില്ല. അവിടെ തന്നെ കൃത്യം
തൊട്ടോ തൊട്ടോ ഓക്കെ കൃത്യമായി തൊടാൻ പറ്റുന്നുണ്ട് കൃത്യമായി തൊടുകയാണ് വിക്കറ്റ് പിടിക്കുന്നു പടത്തിലൂടെ പേപ്പറെ തൊട്ടാണ്ട് ഒന്നും കൂടെ ശ്രമിക്കുകയാണ് ശരി ശരി സിയാമോൾ വിജയിച്ചിരിക്കുകയാണ് ഓക്കെ കറക്റ്റ് നെക്സ്റ്റ് വേണ്ട അപ്പൊ ട്രയലില്ല ക്യാപ്റ്റൻ ഇരിക്കണോ ഒന്നും പറയല്ല അവർ ഭയങ്കര സൈസ് ഉള്ളവരാണ് നോക്കി വലിക്കണം, വിടരുത്, വലിക്കാൻ. ഞങ്ങളുടെ ഇത് പ്രൈസ് അതിന്റെ അച്ഛൻ വന്ന് സമ്മാനമുണ്ട്. ആര് മുന്നിലുണ്ടായാലും ചെയ്യാൻ നമ്മൾക്ക് എണ്ണത്തിനോട് കൂടി വേണം നിങ്ങൾ കളിക്കാൻ. നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ കേറ്. ഇതും 10 ഉണ്ട്, ഇതും 10 ഉണ്ട്. അപ്പൊ അവർക്ക് അടുത്ത വർഷവും ഇവിടെ മത്സരിക്കാൻ വരാൻ വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും കൂടുതൽ വിജയങ്ങൾ അവർക്ക് അടുത്ത ടീമിന് ടീം സ്ത്രീകളുടെ മത്സരം വിജയിച്ചവർക്ക് സമ്മാനം കൊടുക്കുകയാണ്. വടംവലി വിജയിച്ചിരിക്കുന്ന CT ടീമും പ്രൈസ് ഏറ്റുവാങ്ങുക.
CP ടീമും എത്രയും പെട്ടെന്ന് എത്തുക. എല്ലാവരും പായസം കുടിച്ചിട്ടേ പോകാവൂ. എല്ലാവരും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പായസം ഉണ്ടാക്കി നമ്മളെ സഹായിച്ച ശ്രീ സമാജത്തിന് അംഗങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഇത്രയും വിജയമാക്കിയത് നമ്മുടെ പ്രസ്ഥാനത്തിൽ